പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജങ്കരുണാഥമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിജം ഹൃദിഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതാസ്വാദനത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചത് മനഃശുദ്ധിയാണ് എല്ലാ ശുദ്ധിയേക്കാളും നല്ലത്, വേണ്ടത്. ജനനം കൊണ്ടാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ, വേദാധ്യയനം കൊണ്ടോ സാമുദായികമായിട്ടുള്ള ഉയർന്ന ജാതി എന്ന് നമ്മൾ പറയുന്നതിലുള്ള ജന്മമോ ഒന്നും ഒരു വ്യക്തിയുടെ മഹത്വം അല്ല എന്ന് ഭാഗവതത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. ഭക്തി ഉണ്ടാവുക, മനഃശുദ്ധി ഉണ്ടാവുക. ആഗമോ ആവ പ്രജ ദേശ കാല കർമ്മജ ജന്മച. ഒരു കാര്യമല്ല ഒരാളെ ശ്രേഷ്ഠ, പല കാര്യങ്ങളാണ്. ഇവിടെ ഞാൻ ഉയർന്ന സമുദായത്തിൽ ജനിച്ച ആളാണ്, അമ്പൂരിയാണ്, ഭട്ടതിരിയാണ്, ചേനാതിരിയാണ്, ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ആ ജനനം ഒരു കാര്യം വൺ ഓഫ് ദി മാത്രമേ ആവണുള്ളൂ. ഈ 9 കാര്യമുണ്ട്. ജനനം മോശമാണെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, ജനനം നന്നായി, ബാക്കി 9 ഇല്ല വെച്ചാലോ അയാളെ നമുക്ക് ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റുമോ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതാണ് ഇവിടെ പ്രത്യേകിച്ച് ഭഗവാൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. വൺ ഓഫ് ദി മാത്രമാണ് ഉദ്ധവ ജന്മം. അപ്പോൾ മനഃശുദ്ധി ഉണ്ടാവണം. അതെങ്ങനെ ഉണ്ടാവുക? ഈ മനഃശുദ്ധി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? മനഃശുദ്ധി എന്ന് പറഞ്ഞാൽ സാത്വിക രാജസ താമസങ്ങളിൽ നിന്ന് മനസ്സിനെ നിവർത്തിക്കുകയാണ്. സത്യം പറയാച്ച ശുദ്ധമായിട്ടുള്ള അവസ്ഥ എന്ത്, അശുദ്ധമായിട്ടുള്ള അവസ്ഥ എന്തെന്ന് പറയണം. എന്നാലേ മനഃശുദ്ധി എങ്ങനെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റൂ. ശുദ്ധമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ വിഷയചിന്തകൾ മനസ്സിൽ നിന്ന് ഇല്ലാണ്ടാവണം. അത് ഏത് ചിന്ത വന്നാലും നമുക്ക് അസ്വസ്ഥതയാണ്. ഏത് ചിന്ത വന്നാലും, ആഗ്രഹമായാലും ശരി, ഒരാളെ ശത്രുവായിട്ട് കണ്ടാലും ശരി. രാവണൻ അതാണ്, രാമനെ ശത്രുവായിട്ട് കണ്ട മുതൽക്ക് സമാധാനം ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെ രാമനെ വകവരുത്താം? അതുപോലെ ഏത് നേടണം എന്ന് വിചാരിച്ചാലും, സീതയെ നേടണം എന്ന് വിചാരിച്ചു, അപ്പോൾ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഈ ലോകചിന്ത മനസ്സിൽ വന്നാൽ ദുഃഖമാണ് ഫലം. അപ്പോൾ അതിനെ ഇല്ലാണ്ടേക്കണം. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? രോഗചിന്ത വളരെ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്തിരിക്കണു പണ്ടുള്ളവർ. ഇന്നത്തെ ആൾക്കാർ എവിടേക്കൊന്നും എത്തിയിട്ടുമില്ല, ഇതിനെപ്പറ്റിയൊന്നും ചിന്തിക്കണമില്ല. അവരെന്തൊക്കെയോ കണ്ടിരിക്കണു. സൈക്കാട്രി തന്നെ വേറൊന്നാണ്. ഇത്രയധികം സൂക്ഷ്മമായിട്ട് മനസ്സിനെക്കുറിച്ച് പഠിച്ചവർ നമ്മുടെ ആചാര്യന്മാരല്ലാതെ വേറെ ആരുമില്ല. സാത്വികം, രാജസം, താമസം എന്നീ 3 ഗുണങ്ങൾ ഇത് ആത്മീയത്തിൽ പ്രധാന വിഷയമാണ്. ഗുണത്രയ വിഭാഗയോഗം ഇവിടെ 25-ാം അധ്യായത്തിലെ ഏകാദശത്തിൽ വീണ്ടും പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് അതുണ്ടാവുക എന്ന് വിസ്തരിച്ചിട്ട്. ഈ 3 വന്നാൽ മനഃശുദ്ധി ഇല്ല എന്ന് പറയാം. അപ്പം ഇവിടെ അങ്ങനെയാണ് പറയണത്. ഇത് 3 മനസ്സിനെ ബാധിച്ചാൽ അവൻ മനഃശുദ്ധി ഇല്ലാത്തവനാണ്. അപ്പോൾ ഈ ഗുണങ്ങളെ മനസ്സിൽ നിന്ന് കളയണം, അതാണ് വേണ്ടത്. ഒന്ന് രജോ ഗുണം നേടണം എന്ന തോന്നൽ, പ്രവർത്തിക്കണം എന്നുള്ള തോന്നൽ, ഇപ്പോഴത്തെ അവസ്ഥ പോരാ എന്ന തോന്നൽ, വേറൊന്നും കൂടി ആയാലും സുഖം ഉണ്ടാവുള്ളൂ. ഇതിനാണ് മൊത്തത്തിൽ രജോ ഗുണം. നിലവിലുള്ള അവസ്ഥയില്ല തൃപ്തിയില്ലായ്മയ്ക്ക് രജോ ഗുണം എന്ന് പറയാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണം, അതുണ്ടായാലേ സുഖമുള്ളൂ. ഇനി തമോ ഗുണം, ഉറങ്ങുക. ഉറക്കത്തിൽ അജ്ഞാനമാണ്, ഈശ്വരചിന്തയില്ല. അജ്ഞാനം നല്ലതാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു ദിക്കിലും പറഞ്ഞിട്ടുണ്ടാവില്ല. അജ്ഞാനം ഒരു നല്ല കാര്യമല്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ പക്ഷിമൃഗാദികൾക്കൊക്കെ ശ്രേഷ്ഠത കൽപ്പിക്കണ്ടേ? നമ്മളാരും കൽപ്പിക്കണമെന്നില്ല. ജഡായുവിന് കൽപ്പിച്ചു, ഹനുമാന് കൽപ്പിച്ചു എന്നല്ലാണ്ട് സാധാരണ പക്ഷിമൃഗാദികൾ വിശേഷബുദ്ധി ഇല്ലാത്തവയാണെന്ന് പറഞ്ഞാൽ നമ്മൾ 2ാം തരമായിട്ട് തന്നെ പറയുക. അപ്പോൾ തമോ ഗുണമായതുകൊണ്ടാണത്. അപ്പോൾ അതത്ര നല്ലൊരു കാര്യമല്ല. അറിവുണ്ടാവണമല്ലോ, എന്നാലേ ആനന്ദം ഉണ്ടാവുള്ളൂ. അറിവും ആനന്ദവും വളരെ ഒന്നിച്ച് പോകുന്ന കാര്യമാണ്. ഈ സത്വഗുണം, ആ സത്വഗുണത്തിൽ വളരെയേറെ നമ്മൾ ഓവറായിട്ട് ഊന്നൽ കൊടുത്താൽ അതും നമുക്ക് ദുഃഖകാരനായിട്ട് മാറും. സത്വം കൊണ്ട് ഈശ്വരനിലെത്താമെന്ന മിഥ്യാബോധം വല്ലാണ്ട് വന്ന സത്വഗുണത്തിൽ അധികമായി നമ്മൾ ഭ്രമിച്ചാൽ എന്തുണ്ടാവും? അത് തന്നെ രജോ ഗുണത്തിനും മറ്റു ദോഷങ്ങൾക്കും കാരണമാവും. അപ്പോൾ ഇത് മൂന്നുമല്ലാത്ത നിർഗുണാവസ്ഥയാണ് ഉദ്ധവ
മനഃശുദ്ധി എന്ന് പറയുന്നതിൻ്റെ ഒരു വേർഷൻ, പല വേർഷൻസും ഉണ്ടാവാം. അപ്പോൾ ഉദ്ധവൻ ചോദിക്കുകയാണ്, ഈ മനസ്സ് എന്ന് പറയുന്നത് ഗുണങ്ങളെ കൊണ്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. സാത്വിക രാജസ താമസ ഭാവങ്ങളെ കൊണ്ട് ഉണ്ടാവുന്നു. ആ മനസ്സിൽ നിന്ന് ഇത് മുഴുവൻ കളയണം എന്ന് പറഞ്ഞാൽ എങ്ങനെ സാധിക്കുക? സ്വർണം കൊണ്ടൊരു പാത്രം ഉണ്ടാക്കിയിട്ട് അതിലത്തെ മുഴുവൻ സ്വർണം കളയണം കേട്ടോ. സ്വർണം ഇതിൽ വേണ്ട, സ്വർണ്ണരഹിതമാക്കണം ഈ സ്വർണ്ണപാത്രം എന്ന് പറഞ്ഞാൽ. പിന്നെ അവിടെ പാത്രം ഉണ്ടാവുമോ? പാത്രം തന്നെ ഇല്ലാണ്ടാക്കണം, എന്നാലേ അവിടെ സ്വർണം പോവുള്ളൂ. വേറൊരു സാധനം കൊണ്ടല്ല അത് ഉണ്ടാക്കിയിരിക്കണം, സ്വർണം കൊണ്ടാണ്. ഈ സ്വർണം തിന്നൊന്ന് ഒഴിവാക്കി തരാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്തുണ്ടാവില്ല? പാത്രം തന്നെ ഉണ്ടാവില്ല. ഇതല്ലേ ഭഗവാനെ? അപ്പോൾ ഇതെങ്ങനെ സാധിക്കുന്നതാണ് ചോദ്യം. ഇപ്പോൾ ഭഗവാൻ പറഞ്ഞു, ചോദ്യം വളരെ നല്ല ചോദ്യമാണ് ഉദ്ധവ, അങ്ങനെ തന്നെയാണ് ചോദിക്കേണ്ടത് കേൾക്കണവർ. അതിന് ഉത്തരം പറഞ്ഞു, പണ്ട് ശനകാദികൾ ബ്രഹ്മദേവനോട് ചോദിച്ചിട്ട് ഈ ചോദ്യം ചോദിക്കുകയുണ്ടായി. ബ്രഹ്മാവിനും കൂടി ഉത്തരം കിട്ടാത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ വേദമൊക്കെ കാണാപ്പാടാക്കിയ ആളാണ്. അപ്പോൾ അതിൻ്റെ വിഷമാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് വേറെ പറയേണ്ടതില്ലല്ലോ പറഞ്ഞിട്ട് ഭഗവാൻ പറയുകയാണ്. ആ സമയത്ത് ബ്രഹ്മദേവൻ ഉത്തരം കിട്ടാതെ വിഷമിച്ചപ്പോൾ ഞാൻ അവിടെ ഒരു ഹംസരൂപേണ സാകാശം അഗമം തഥാ, ഒരു ഹംസമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ചിലർ അരയനായിട്ട് എന്ന് പറയും, ചിലർ പരമഹംസനായ സന്യാസിയായിട്ട്, യതിയായിട്ട്, അങ്ങനെയും പറയും. രണ്ടും കുഴപ്പമില്ല. ഏതാണെന്നൊന്നും ഇപ്പോൾ അവിടെ പറഞ്ഞിട്ട് ഹംസരൂപേണ എന്ന് പറഞ്ഞാൽ രണ്ടും ആവാം, വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. ഹംസമായിട്ട് വന്നാൽ പറയുമോ എന്ന് വെച്ചാൽ പറയാം. പണ്ടങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. വരാഹരൂപമായിട്ട് പറഞ്ഞിട്ടില്ലേ, നരസിംഹരൂപമായിട്ട് പറഞ്ഞിട്ടില്ലേ, മത്സ്യരൂപത്തിന് ആയിട്ട് സ്തുതിച്ചപ്പം ഭഗവാൻ ചില മറുപടി പറഞ്ഞിട്ടില്ലേ. അതൊക്കെ മറുപടി പറയുന്നതിന് അറിയുന്ന പക്ഷിക്ക് ആ കഥയിൽ വിരോധമൊന്നുമില്ല, എങ്ങനെ വെച്ചാൽ എടുക്കാം, രണ്ടും ആവാം. എന്തായാലും അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു. കണ്ടപ്പോൾ ചോദിച്ചു ഉത്തരേ സനകാദികളെ, കോ ഭവാൻ ഇതി, അങ്ങ് ആരാണ്? ഹു ആർ യു? അപ്പോൾ ഭഗവാൻ ആ ചോദ്യത്തിൽ തന്നെ ഉത്തരം പറഞ്ഞു, കോ ഭവാൻ ഇതിവ പ്രശ്നോ വാചാരംഭോഖ്യനർത്തക. നിങ്ങളുടെ ചോദ്യം തന്നെ അത്ര ശരിയായില്ല. ആരാ നിങ്ങളെന്ന് ചോദിക്കാൻ പാടില്ലേ? അതിലിപ്പോൾ എന്താ അത്ര തെറ്റ് എന്നാവും നമ്മൾ വിചാരിക്കുക. നിങ്ങളാരാണോ അല്ലെങ്കിൽ ആരാണെന്ന് ചോദിച്ചപ്പോൾ അത്ര വലിയ, അത് ആരെ സംബന്ധിച്ചാണ് തെറ്റ്? കോ ഭവാൻ ഇതിവ പ്രശ്നോ വാചാരംഭോഖ്യനർത്തക. മനസ വചസ ദിഷ്ട്യ ഗൃഹ്യതേന്നേ അഭീന്ദ്രേ അഹമേവന മത്തോ അന്യത് ഇതി ബുദ്ധ്യത്വമഞ്ജസ. ഞാൻ നീ എന്ന വ്യത്യാസം കൊണ്ടാണല്ലോ നിങ്ങളാര് എന്ന് ചോദിച്ചത്. അല്ലെങ്കിൽ അങ്ങാര് കോ ഭവാൻ, അങ്ങാര് എന്ന ചോദ്യം ഉണ്ടാവണം. അപ്പം അത് നിങ്ങളെ സംബന്ധിച്ച് തെറ്റാണ്. സാധാരണ ഒരാൾക്ക് ചോദിക്കാം എന്ന് വയ്ക്കുക, പക്ഷേ നിങ്ങളത് ചോദിക്കാൻ പാടില്ല എന്നാണ് ഭഗവാന്റെ വാദം. നിങ്ങൾ ആത്മജ്ഞാനികളാണ്. ആത്മജ്ഞാനികൾക്ക് ഒരൊറ്റ പുരുഷനേ ഉള്ളൂ, ഉത്തമ പുരുഷൻ, അന്യപുരുഷൻ, അതുപോലെ തന്നെ മധ്യമ പുരുഷനുണ്ട്. 3 എണ്ണം ഉണ്ട്. ഈ പേഴ്സൺസിനെ വ്യാകരണത്തിൽ പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഇംഗ്ലീഷിൽ പറയുന്നതിനെയാണ് ഉത്തമ പുരുഷൻ, മധ്യമ പുരുഷൻ, അന്യപുരുഷൻ എന്ന് സംസ്കൃതത്തിൽ പറയുക. ഉത്തമ പുരുഷൻ IV ഇംഗ്ലീഷിൽ പറയണം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അതുപോലെ യു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പേഴ്സൺ, അതാണ് മധ്യമ പുരുഷൻ എന്നാണ് സംസ്കൃതത്തിൽ അത് പറയുക. ത്വം എന്നൊക്കെ പറയണ പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ബഹുവചനായാലൊക്കെ അങ്ങനെ വരിക. ഇനി അവൻ, അവൾ, അത്, അവർ എന്ന് പറഞ്ഞാലോ ഹി, ദേ, ഇറ്റ്, ഹി, ഷീ ഇതൊക്കെ തേർഡ് പേഴ്സണാണ്. അപ്പോൾ ആത്മജ്ഞാനികളെ സംബന്ധിച്ച് ഇതില്ല. ഞാനുമില്ല, നീയുമില്ല, അവനുമില്ല, ഒക്കെ ഒന്നാ. ആത്മജ്ഞാനികളെ സംബന്ധിച്ച് നീയുമില്ല, ഞാനുമില്ല, അവനില്ല, അവളുമില്ല, ഒന്നുമില്ല. എല്ലാം ബ്രഹ്മമാണ്, എല്ലാം ഈശ്വരമയമാണ്. അങ്ങനെ ഇരിക്കെ ഈ ചോദ്യമേ ശരിയല്ല എന്നാണ് ഒരു ഉത്തരം പറഞ്ഞത്. പക്ഷെ ഇവിടെ ചോദ്യത്തല്ല അവരുടെ, മനസ്സിൽ നിന്ന് ഗുണങ്ങളെ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? ആ ഒരു ഉത്തരം ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ഇതിപ്പോൾ ഭഗവാൻ പറഞ്ഞ ഉത്തരം നമ്മൾ അതേപോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ചോദ്യം എന്താണ്? മനസ്സിൽ നിന്ന് ഗുണങ്ങളെ കളയാൻ സാധ്യമല്ല എന്നിരിക്കെ എങ്ങനെ ഗുണരഹിതമാക്കാം മനസ്സിനെ എന്ന ചോദ്യം.
ശരിക്കും അതിന് ഉത്തരം വേണ്ടത് നമ്മുടെ ബുദ്ധിയിലാട്ടോ. അപ്പോൾ ശരിയാവണമെന്നൊന്നുമില്ല. ഒറ്റ വഴിയുള്ളൂ. മനസ്സിനെ ഇല്ലാണ്ടാക്കുക തന്നെയാണ് വേണ്ടത്. മനസ്സിനെ ഇല്ലാതാക്കുക തന്നെയാണ് വേണ്ടത്. എന്ത് സംശയം? മനസ്സിനെ ഇല്ലാണ്ടാക്കാലോ. എവിടെ പറഞ്ഞിരിക്കണം? മനസ്സിനെ ഇല്ലാണ്ടാക്കാൻ പാടില്ല, നിയമം എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഉദ്ധവ മനസ്സിനെ ഇല്ലാണ്ടാക്കുക തന്നെയാണ് വേണ്ടത്. അപ്പോഴേ ഗുണങ്ങൾ താനെ ഇല്ലാണ്ടാവുള്ളൂ. അതെങ്ങനെ ചെയ്യാം? അതിപ്പോൾ വളരെ എളുപ്പമാണല്ലോ. എന്നെ സദാ ചിന്തിക്കുക തന്നെ. മനസ്സിന് ഏറ്റവും നല്ലൊരു പ്രത്യേകതയുണ്ട്. നല്ല പ്രത്യേകതയാണത്. ഏതിനെ ചിന്തിച്ചു അതായി മാറും. അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങിയിരുന്നു. പിടിച്ചതിൽ തന്നെ മനസ്സ് നിൽക്കുകയാണ്. ഞാൻ വിളിക്ക് വരില്ല എന്ന് പറഞ്ഞാൽ അത് നിൽക്കില്ല. അത്ര ഏതെങ്കിലും നമ്മൾ ഈശ്വരഭാവത്തിൽ വരുമ്പോൾ ഈശ്വരഭാവത്തിലാവും. ഒരു വെള്ളം കിണ്ടിയിലെടുത്താൽ കിണ്ടിയുടെ ആകൃതി, താലത്തിലെടുത്താൽ താലത്തിൻ്റെ ആകൃതി, തമലയിലെടുത്താൽ തമലയുടെ ആകൃതി, അല്ലേ? ഗ്ലാസ്സിലെടുത്താൽ ഗ്ലാസിൻ്റെ ആകൃതി, കുളത്തിൽ നിൽക്കുമ്പോഴോ കുളത്തിൻ്റെ ആകൃതി അല്ലേ വെള്ളത്തിന്? വെള്ളത്തിനായിട്ട് ഒരു ആകൃതി ഉണ്ടോ? അത് ഏതിൽ നിൽക്കണോ അതിൻ്റെ ആകൃതിയാവും. ഇതേപോലെ നമ്മുടെ മനസ്സിനൊരു നല്ലൊരു കാര്യം ഭഗവാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ പുരാണങ്ങൾ വായിക്കണു, ഈശ്വര കഥകൾ കേൾക്കണു, അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. വെറുതെ ഇങ്ങോട്ട് ഒന്നിൻ്റെ പിന്നാലെ പോവില്ല. അത് ചെയ്ത് നോക്കൂ. പക്ഷെ അതാ നമുക്ക് ഇതേ ചിന്തിക്കാണ്ടാവുള്ളൂ. അപ്പോൾ അതാ ഈ ഗ്രൂപ്പൊക്കെ ഞാൻ മുമ്പ് ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്ത് ഗ്രൂപ്പ്, എന്ത് മൊബൈൽ, അതൊന്നും അത്ര ഒരു വിളിക്കാനൊരു ഫോൺ വേണത് ഇത്. പക്ഷേ ഇപ്പം നമുക്ക് എപ്പോഴും എന്താ ചിന്ത അറിഞ്ഞാൽ അടുത്ത നാളെ എന്താ പറയേണ്ടത്? ആര് കാണുന്നു, എത്ര ആൾ കാണുന്നു നമുക്കറിയില്ല. യൂട്യൂബ് കാണുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഗ്രൂപ്പിലുള്ളവർ മാത്രമല്ലല്ലോ കാണുന്നത്. കണ്ടോട്ടെ, കണ്ടാതിരുന്നോട്ടെ. നമ്മുടെ ചിന്ത എവിടെയാണ് വരണേ? നമ്മുടെ ചിന്ത ഈശ്വരനിലാണ്, ഭാഗവതത്തിലാണ്, വാൽമീകി രാമായണത്തിലാണ്, അല്ലെങ്കിൽ നാരായണീയത്തിലാണല്ലോ. അപ്പോൾ ഇപ്പോഴും അതിനെ ചിന്തിക്കാൻ എനിക്കൊരു അവസരം കിട്ടുന്നുണ്ട്. ആര് കണ്ടാലും വേണ്ടില്ല, കണ്ടില്ലെങ്കിലും വേണ്ടില്ല. ലോകപ്പം മുഴുവൻ നന്നാക്കിക്കോളാന്ന് നമ്മൾ കരാറൊന്നുമില്ല. നന്നാവണവർക്ക് അവസരം കൊടുക്കാനേ പറ്റൂ. നമുക്ക് ചിന്തിക്കാമല്ലോ. ഈശ്വരനെ ചിന്തിക്കുമ്പോൾ എന്തായിട്ട് തീരും അതേ മനസ്സിൽ വരുന്നുള്ളൂ. അപ്ലോഡ് ചെയ്ത് ശരിയാവി, അപ്ലോഡ് ചെയ്ത് മാറ്റം വരുത്തണോ, അതിലൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ, അത് ഒന്നും കൂടി റീലോഡ് ചെയ്യണോ, അല്ലെങ്കിൽ എന്താണ് നാളെ പറയേണ്ട ഭാഗം, ഏത് സമയമാണ് കൂടുതൽ പറയാൻ നല്ലത്. ഇങ്ങനെ ഇതിനെക്കുറിച്ചൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ മനസ്സ് എപ്പോഴും എന്താ പറയുക, ഈശ്വരമയമാവും. അത് വലിയൊരു കാര്യമാണ്. അങ്ങനെയാണ് ഇതൊക്കെ ആവാം എന്നുള്ളതിലേക്ക് ഞാൻ എത്തിയത്. കാണാൻ ആളെ കിട്ടിയില്ലെങ്കിൽ എന്താ നഷ്ടം? നമുക്ക് നഷ്ടമൊന്നുമില്ല. നമുക്ക് ലാഭം തന്നെ ഉള്ളൂ ഇതിൽ. ലാഭമല്ലാതെ ഒരു നഷ്ടവും ഇതിലില്ല. അപ്പോൾ ഈശ്വര ചിന്ത സദാ ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ മനസ്സ് ഈശ്വരാകാരാവും. വിഷയങ്ങളെ ചിന്തിച്ച് നോക്കും, വിഷയമായിട്ടാവുക. ഇപ്പോൾ ചില ദിക്കിലുണ്ട് യൂത്ത് ഫെസ്റ്റിവലൊക്കെ തുടങ്ങിയ ഏത് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം, എത്ര ഐറ്റംസ്, എത്ര പോയിൻ്റ് കിട്ടി, ഇതന്നെയാവും ചർച്ച. ഇവിടെയൊക്കെ ഉണ്ടായതാ. അതാ പറയണത്. യൂത്ത് ഫെസ്റ്റിവൽ കഴിയോളം ആ മാഷ് അങ്ങനെ മാർക്കിട്ടു, ഈ മാഷ് ഇങ്ങനെ മാർക്കിട്ടു, എന്നാലും അയാൾ ഇങ്ങനെ ചെയ്യാൻ പാടുമോ, എന്നാലും ഐറ്റൊന്ന് മാറ്റി നോക്കുക, അങ്ങനെ പറ്റില്ലല്ലോ. ഇങ്ങനെ ഇതിനെപ്പറ്റി തന്നെയാവും സംഭാഷണം ഉണ്ടാവുക. ആ യൂത്ത് ഫെസ്റ്റിവൽ കഴിയോളം കലോത്സവത്തിന് പോകണം, കുട്ടിക്ക് ഫസ്റ്റ് കിട്ടണം, വേറൊരു ചിന്ത മനസ്സിലുണ്ടാവില്ല. അപ്പോൾ ഏതിനെ ചിന്തിക്കുന്നുവോ അത് ആയിട്ട് മനസ്സ് മാറുക എന്ന ഒരു ഗുണം ഭഗവാൻ ചെയ്തു വെച്ചുകൊണ്ട് നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. മനസ്സിനെ ഈശ്വരാകാരമാക്കി ഗുണങ്ങളിൽ നിന്ന് നിവർത്തിക്കാൻ സദാ കഴിവതും ഈശ്വര ചിന്ത ചെയ്യുക. അതിന് പൂർവ്വപുണ്യം വേണം കേട്ടോ, അല്ലാണ്ട് നടക്കൊന്നുമില്ല. അത് നമ്മളാണ് വിചാരിച്ചതുകൊണ്ട് നമ്മുടെ രൂഢമൂലമായിട്ടുള്ള വാസന എങ്ങടാച്ചാൽ അതേ പ്രവർത്തിക്കുള്ളൂ. ഇല്ലേ? ഇപ്പോൾ എത്ര ആൾ ഈ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. എന്താ ഒരു കാരണം പറയണത്? ഇത് അവർക്കൊരു ശല്യമായിട്ട് തോന്നുന്നുണ്ടാവും. ഇതങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നാലും കുറച്ച് നേരം നല്ലത് കാണാമല്ലോ എന്നല്ലല്ലോ ചിന്തിക്കണം. ഡിലീഷനുള്ള ഓപ്ഷൻ അതിൽ വെച്ചിട്ടുണ്ടല്ലോ. അതിനെ ഫോൺ കേട് ഒരാൾക്ക് വെറുതെ കാരണം അത് സഹിക്കാനുള്ള കഴിവ് അവർക്കില്ല. വാസനയാണത്, സംശയമൊന്നും വേണ്ട. അപ്പോൾ പൂർവ്വപുണ്യമുള്ളവർക്ക് സദാ ഈശ്വര ചിന്ത ചെയ്ത് ഉദ്ധവ എന്നിലെത്താനും ഗുണങ്ങളിൽ നിന്ന് നിവർത്തിക്കാനും മനസ്സ് എന്ന ഏറ്റവും വലിയ ശത്രുവിനെ ഇല്ലാണ്ടാക്കാനും സാധിക്കും. എന്താണ് മനസ്സ്? ചിത്തം വികസിച്ചതാണ് മനസ്സ്. ആ ചിത്തത്തിൽ നിർത്തുക. ഇപ്പം പ്രസവിച്ച കുട്ടിക്ക് ചിത്തം ഉണ്ടാവുന്നതാണ്. പക്ഷേ കുട്ടിക്ക് മനസ്സുണ്ടാവണം വെച്ചാൽ പരിചയം തുടങ്ങണം. പരിചയക്കേട് എന്നാണ് നമ്മൾ പറയാം. പരിചയക്കേടല്ല, ശരിക്കും പരിചയം തുടങ്ങണം. കുട്ടിക്ക് പരിചയം തുടങ്ങണം. പരിചയക്കേട് തുടങ്ങിയോ എന്നല്ല നമ്മൾ തെറ്റാ. പരിചയം തുടങ്ങിയോ, അതെൻ്റെ ആളാണ്, അതെൻ്റെ ആളല്ല എന്നുള്ള ആ തോന്നൽ കുട്ടിക്ക് വരാൻ തുടങ്ങിയാൽ നമ്മൾ പരിചയം തുടങ്ങി എന്ന് പറയും. അപ്പോൾ മനസ്സുണ്ടായി. അപ്പോൾ ഒറിജിനലായിട്ട് നമ്മളിലുള്ളത് ചിത്തമാണ്. അത് വികസിക്കുമ്പോഴാണ് എന്താവണത്?
മനസ്സ് ആയിട്ട് മാറുന്നു. ഐസ് ഉരുകി എപ്രകാരം വെള്ളമാവുന്നുവോ, ചുരുങ്ങിയ ബലൂൺ എപ്രകാരം ഊതി വീർപ്പിക്കപ്പെടുന്നുവോ, അതുപോലെ ചുരുങ്ങി നിൽക്കുന്ന ചിത്തം വിഷയവാസന കൊണ്ട് വീർപ്പിക്കപ്പെടുമ്പോഴാണ്, വലുതാക്കപ്പെടുമ്പോഴാണ്, വികസിക്കുമ്പോഴാണ് മനസ്സ് ആവുന്നത്. അപ്പം നമ്മളെ ചിത്തത്തിലേക്ക് അങ്ങോട്ട് ഒതുക്കിയാൽ മതി, അത് കഴിഞ്ഞു കഥ. ഇതാണ് ഉത്തരം. അപ്പോൾ ഈ ലോകം മുഴുവൻ ഈശ്വരനിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്നും അതിങ്ങനെ മാറി 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 വലുതാക്കി തന്മാത്രകളുടെ ചലനം കൊണ്ട് പ്രപഞ്ചം നടക്കണു എന്നും ഓരോരുത്തരും ഓരോ കാരണം കൊണ്ട് ജനിച്ച് ജീവിക്കുന്നു എന്നും പ്രാരബ്ധം കഴിയുമ്പോൾ ആ ശരീരം നശിച്ച് മരിക്കണു എന്നും മരണത്തെ പോലും ഭയക്കാണ്ടേയും ആശങ്കയില്ലാണ്ടെയും കണ്ട് വിധിച്ചിടുന്ന കർമ്മമൊടുക്കുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരിടത്ത്. സുഖമായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുക, സുഖമായിട്ട്. ദേഹഞ്ച നശ്വരമവസ്ഥിതമുത്തിതം വാ സിദ്ധോന പശ്യതി യതോ ദേഹമസ്വരൂപം ദൈവാതപേതമുദ ദൈവവശാദുപേതം വാസോ യഥാ പരിഹൃതം മതിരാമദന്ധ. മദ്യം കഴിച്ച് ആ സാധാരണ നില തെറ്റിയിട്ടുള്ള ഒരാൾക്ക് വസ്ത്രം അഴിഞ്ഞു പോയാൽ അറിയില്ല. ശരീരകാര്യങ്ങളൊന്നും അറിയാതെ അവൻ സഞ്ചരിക്കണു, എവിടെയെങ്കിലും കിടക്കണു. ഇതുപോലെ ഈശ്വരീയമായിട്ടുള്ള ആ ഒരു മദ്യം ലഹരി ആണോ, സൗന്ദര്യ ലഹരി, ശിവാനന്ദ ലഹരി, എന്നതൊരു ലഹരിയാണ്. തലയ്ക്ക് പിടിച്ചാൽ പിന്നെ നമുക്ക് വേറെ യാതൊന്നും ഈ പ്രപഞ്ചത്തിൽ ചിന്ത വരില്ല. എന്തോ എങ്ങനെയോ പോട്ടെ, എപ്പോഴോ പോട്ടെ, അതൊന്നും നമ്മുടെ മനസ്സിൽ വരാണ്ട് കാലം കഴിഞ്ഞാൽ ശരീരാണ്ട് വീഴും. അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കണം. ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൽ ഒരു അത്ഭുതവും ഇല്ലാതെ തികച്ചും പരിഭ്രമമില്ലാത്തൊരു മനുഷ്യനായിട്ട്, ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറാം. ചിത്തത്തിൽ നിൽക്കുക, മനസ്സില്ലാണ്ടാക്കുക. ഇതാണ് പറഞ്ഞത്. പിന്നെ ഇതിന് വളരെയേറെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഭക്തി യോഗം എന്ന് പറഞ്ഞ് ഭക്തിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇന്നലെ പറഞ്ഞു. അത് അഞ്ജനം കണ്ണിലെഴുതുമ്പോൾ എപ്രകാരം കാഴ്ചശക്തി വർദ്ധിക്കുന്നുവോ അതുപോലെ എൻ്റെ കഥകൾ പുണ്യഗാഥ, എൻ്റെ പുണ്യഗാഥകൾ പറയുക, കേൾക്കുക, ചിന്തിക്കുക, വായിക്കുക ഒക്കെ ചെയ്യുമ്പോൾ മനസ്സ് ശുദ്ധമായിട്ട് ഭക്തി വർദ്ധിക്കണു. വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷു വിഷജ്യതേ മാമനുസ്മരത ചിത്തം മയ്യേവ പ്രവലീയതേ. ഈ 18,000 ശ്ലോകം എന്ന് പറയപ്പെടുന്നു. ശ്ലോകനിലയിൽ നോക്കുമ്പോൾ 14,000 ചില്ലാനേ ഉള്ളൂ. ഒക്കെ എന്തിനാ ഇപ്പം ഉണ്ടാക്കിയേ? ഈശ്വരനെ അറിയാൻ ഇപ്പം ഇതൊക്കെ വേണം. ഈ പറഞ്ഞ കഥകൾ തന്നെ കാര്യം സില്ലി. ചിലർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്, ഈ കേട്ട കഥ തന്നെ കേൾക്കണം, അടുത്ത കഥ എന്താണെന്ന് പറയുമ്പോൾ തന്നെ അറിയാം. അതല്ലല്ലോ, അതല്ല ഇവിടെ വിഷയാൻ മാമനുസ്മരത ചിത്തം. എന്നെ സ്മരിക്കാനുള്ള മാർഗമാണ് ഈ കഥാശ്രവണം. അത് സാധാരണക്കാർക്ക് ഇത്ര പറ്റിയത് വേറൊന്നുമില്ല. ധ്യാനം കൊണ്ടും നിർത്തണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്നാൽ ശീലിക്കുന്നവർക്ക് ധ്യാനം വളരെ നല്ലതാണ്. ശീലിച്ചാൽ വളരെ നല്ലതാണ്. ആ ധ്യാനത്തിനെ പറയണു അടുത്ത വിഷയം. സമ ആസന ആസീനസ്തമകായോ യഥാ സുഖം അത്താവുസംഗാധായ സ്വനാസാഗ്രകൃതേക്ഷണ. നട്ടൽ നീണ്ട് വളയ്ക്കാതെ ഇരിക്കുക. ശാരീരികമായിട്ടും അത് വളരെ നല്ലൊരു കാര്യമാണ്. എപ്പോൾ ഇരിക്കുമ്പോഴും നട്ടല് വളയ്ക്കാതിരിക്കണം. ഇപ്പം കിടക്കുമ്പോഴും തലയിണ വയ്ക്കാതെ കിടക്കണം എന്നാണ്. വയ്ക്കാതെ കിടക്കുന്നത് വളരെ നല്ല. അവർക്ക് നട്ടലിനുള്ള വിഷമങ്ങൾ കുറയത്തരെ. വളരെ കട്ടിയുള്ള കോസറികൾ ഉപയോഗിക്കാതിരിക്കുക. ചെറിയ കട്ടി ബ്ലാങ്കറ്റോ ഒക്കെ ആവാം. തലയിണ വയ്ക്കാതെ കിടന്നു നോക്കുന്നത് നല്ല സുഖം ഉണ്ടാവും. കിടക്കുമ്പോൾ ലേശൊരു അസ്വസ്ഥതയോ സുഖക്കുറവോ തോന്നുന്നുള്ളത് പിന്നീട് നമ്മുടെ സുഖമാണ് ഉണ്ടാവുക എന്നാണ് ഓർത്തോക്കാർ പറയണത്. അത് ആത്മീയമൊന്നുമല്ല. എത്രയോ അത്രയിൽ കംപ്ലൈൻസുകൾ തലയിണ വയ്ക്കാണ്ടെയും കോസറി ഉപയോഗിക്കാതെ കണ്ടും മാറിയിട്ടുണ്ട്. അപ്പോൾ സമ ആസന ആസീന എന്ന ഒരു ഫിസിക്കൽ ചര്യ കൂടി ആണ്. അങ്ങനെ കൈകൾ രണ്ടും സ്വസ്ഥമായിട്ട് വെച്ച് പൂരകുംഭക രേചകൈഹി, പൂരകം, കുംഭകം, രേചകം എന്നീ 3 ശ്വാസ നിയന്ത്രണ പ്രക്രിയ 3 സെക്കൻഡ് കൊണ്ട് വലിച്ചെടുക്കുക. അതിൻ്റെ ഇരട്ടി അത് ശ്വാസകോശത്തിൽ നിർത്തുക. പെട്ടെന്ന് ഇങ്ങോട്ട് വിടരുത്. നിർത്തിയതിന് ശേഷം സാവധാനം ഏത് നാസികാദ്വാരത്തിൽ കൂടെ വലിച്ചെടുത്തു അതിനെ മറു നാസികാദ്വാരത്തിൽ കൂടെ പുറത്തേക്ക് വിടുക. ഇടത്തു കൂടെ വലിച്ചെടുത്ത് വെച്ചാൽ വലത്തു കൂടെ പുറത്തേക്ക് വിടണം. എന്നിട്ട് വീണ്ടും പിന്നെ വലത്തുപുറത്ത് കൂടെ എടുക്കുക, ഇടത്തുപുറത്ത് കൂടെ മെല്ലെ വിടുക.
കുറേ സമയം നിർത്തുകയും ചെയ്യണം. അതാണ് കുംഭകവൃത്തി എന്ന് പറയുക. ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അത് പഠിച്ചിട്ടേ ചെയ്യാവൂ. ടി വി നോക്കിയിട്ടോ വേറെ കാര്യങ്ങളിലോ യോഗ അനുഷ്ഠിച്ച ഇടയ്ക്ക് വലിയ അപകടങ്ങൾ സംഭവിക്കും. നല്ല പരിചയം സിദ്ധിച്ച ആചാര്യന്മാർ രവിശങ്കർ സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ നല്ലതാണ്, അറ്റൻഡ് ചെയ്യണത് നല്ലതാണ്. അത് ഫീസ് കൊടുക്കണം കേട്ടോ. പക്ഷെ അത് വളരെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പ്രായോഗിക രൂപം കൊടുത്തിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണത്. നമുക്കൊക്കെ അതിൻ്റെ സമയവും സൗകര്യവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോകണില്ല എന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ പല രോഗങ്ങളും നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ശരീരത്തിന് സ്വാസ്ഥ്യം കിട്ടിയിരുന്നു. പ്രൈമറി ക്ലാസ്, സെക്കൻഡറി ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? 6 ആധാരങ്ങളുണ്ട് നമുക്ക്. മൂലാധാരം, മണിപൂരകം, മനാഹതം, ആജ്ഞാവിശുദ്ധി എന്നൊക്കെ പറഞ്ഞ് അതിൽ കൂടെ ഈ കുണ്ടലിനി ശക്തിയെ ഇങ്ങനെ ഹൃത്പുണ്ടരീകം അന്തസ്ഥ മൂർധ്വനാളം അധോമുഖം, ഹൃദയത്തെ ഒരു താമരയാക്കിയിട്ട് സങ്കല്പിച്ച് അതിനെ മേപ്പട്ടാക്കിയിട്ട് ഭാവിക്കുക. ഊർധ്വാംഗം ഭാവയിത്വ, ഹൃദയത്തിൻ്റെ കൂർത്ത ഭാഗം കീഴ്പ്പെട്ടാണല്ലോ, അത് ഭാവിക്കുകയാണ്. ആ താമരപ്പൂവിൻ്റെ ഇതൾ മന്ത്രജപം കൊണ്ടും ഓങ്കാരം കൊണ്ടും സാവധാനം വിടർത്തി, വളരെ നേരത്തെ ചെയ്യേണ്ട കാര്യമുണ്ട്. 4 മണി 5 മണി പ്രഭാതത്തിൽ ചെയ്യണം. കുളിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ യോഗ അനുഷ്ഠിക്കാൻ പിന്നെ കുളിച്ചാൽ മതി. പക്ഷേ ആ ഒരു സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. സമയത്തിനാണ് പ്രാധാന്യം. സന്ധ്യയ്ക്ക് നാമം ചെല്ലുമ്പോൾ ഒരാൾക്ക് കുളിക്കാൻ കഴിയും, കയ്യിൽ മുഖം കഴുകി ഭസ്മം തൊട്ടാൽ മതി എന്ന് പറയും. എന്തിനാ പറഞ്ഞത് അറിയാം? ഒരു ദിവസം കുളിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ ആ സമയം നഷ്ടപ്പെടുത്തരുത്. അതിനാ പ്രാധാന്യം. കൈയും കാലും കഴുകുക, തലയിൽ പ്രോഷണം ചെയ്യുക, ഭസ്മം സ്നാനമായി. ടൈം ഇവിടെ ധ്യാനത്തിന് മെഡിറ്റേഷൻ എപ്പോഴും രാവിലെയാണ് വേണ്ടത്. ഒരു 7 മണിക്കെങ്കിലും മുമ്പേ, 4, 8, 7 ഉള്ളിൽ കഴിയണം. 5 മണിയോ 6 മണിയോ ആ സമയമാണ് അതിന് ഏകാഗ്രത കിട്ടാൻ വളരെ നല്ലത്. ആ താമരയിൽ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി മണ്ഡലങ്ങളിൽ സ്ഥാപിക്കുക. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, അതിനെ 3 അങ്ങനെ എൻ്റെ രൂപത്തെ ധ്യാനിക്കുക. ആ നീല സ്നഗ്നകേശഞ്ജലിത മകരതർക്കുണ്ടലം മന്ദഹാസസ്യന്ദാർദ്രം കൗസ്തുഭശ്രീപരിഗതവനമാലോപിഹാരോപിരാമം ശീവത്സാംഗം സുബാഹും മൃദുലസരുതരംഗാഞ്ചനഛായചേലം ചാരുസ്നിഗ്ധോരുമം ബോർഹലളിതപദം ഭാവയേയം ഭവന്തം. സർവേശ്വര ഗുരുവായൂരപ്പ, അങ്ങയുടെ ആ സ്വരൂപം ഇങ്ങനെ മനസ്സിൽ കാണാനായിട്ട് ഇങ്ങനെ സാധിക്കുക എന്ന് വെച്ചാൽ തന്നെ ഇത്ര പുണ്യമാണ്. അതുകൊണ്ടൊരു സിദ്ധി ഉണ്ടായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് മനസ്സിലിങ്ങനെ ധ്യാനിക്കുക, കുറച്ച് നേരം ഇങ്ങനെ മനസ്സിൽ നിൽക്കാറാവുക എന്ന് പറഞ്ഞാൽ എത്ര ഭാഗ്യമാണ്. അത് എനിക്ക് ധ്യാനിക്കുമാറാവണേ എന്ന് ഭട്ടേരിപ്പാട് മേപ്പത്തൂര് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ശംഖചക്ര ഗദാപത്മാദികൾ ധരിച്ച നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടി മഞ്ഞപ്പട്ടുടുത്ത് മനോഹരമായിട്ടുള്ള സ്വരൂപം, പാദം മുതൽ തലമുടി വരെയും തലമുടി മുതൽ പാദം വരെയും ശംഖചക്രം, താമരപ്പൂവ്, മഞ്ഞപ്പട്ട, കൈകാലുകൾ, അംഗപ്രത്യംഗങ്ങൾ, അതിൽ ധരിച്ച ആഭരണങ്ങൾ, അങ്ങനെ ധ്യാനിച്ച് ശീലിച്ചാൽ ആരോഗ്യം, മനസ്സ്, സുഖം എല്ലാം ഉണ്ടാവും. ഉദ്ധവ, അഷ്ടൈശ്വര്യസിദ്ധികളാണ് അങ്ങനത്തെ ഒരു ധ്യാന സാധകൻ ഉണ്ടാവാൻ പോണത്. ഇത് കാര്യങ്ങൾ നടത്തി അതാണ് വിചാരിച്ചാൽ നടക്കും. ഇപ്പോൾ ഉദ്ധവൻ ആ സിദ്ധികളെക്കുറിച്ച് ചോദിച്ചു, അതിനെ പറഞ്ഞു കൊടുക്കണു അടുത്ത അധ്യായത്തിൽ. കായേന വാചാ മനസേന്ദ്രിയേർവാബ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.